നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ പള്ളം എന്ന സ്ഥലത്താണ്. പള്ളത്തുള്ള വുഡ്സ്ബർഗ് എന്ന സെറാമിക് എംപോറിയം, ഫർണിച്ചർ മാർട്ട്, അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനത്തിന് അകത്താണുള്ളത്. നമുക്കിവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കണ്ടുവരാം. വരും. ഡോക്ടർ അലൻ ബെന്നി, നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ഡോക്ടർ അലൻ ബെന്നി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വുഡ്സ്ബർഗ് ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ. നമ്മുടെ ഹോം ഡെക്കോറിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇപ്പോൾ കേരളത്തിന് പുറത്തും ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർ എന്ന് പറയുമ്പം മെഡിക്കൽ പ്രാക്ടീഷണർ ആണോ, റിസർച്ച് സ്കോളറാണോ? അല്ല, മെഡിക്കൽ പ്രാക്ടീഷണറാണ്. MBBS ഗ്രാജുവേറ്റ് ആണ്. റീസെന്റ് ഗ്രാജുവേറ്റ് ആണ്. UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ബിസിനസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരി, ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഹോം ഡെക്കറിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഹോം ഡെക്കോർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും പുതിയ വീട് വെക്കുന്നൊരു ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. ഇന്റീരിയറിൽ അഡ്വാൻസ് ചെയ്യുന്ന ഒരു എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഹോം ഡെക്കോർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. അതുകൊണ്ട് നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡിന് പുറകെയാണ് നമ്മൾ. അതുകൊണ്ട് ഹോം ഡെക്കോർ പ്രൊഡക്ട്സിന്റെ ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമാണ് നമുക്ക് കോട്ടയത്ത് വരുന്നത്. നേരത്തെ ഇതുപോലുള്ള കളക്ഷൻ, ആന്റി കളക്ഷൻ, ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ മോമിനാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ക്രൈസ് ഉള്ളത്. പണ്ട് തൊട്ടേ ഒരുപാട് കളക്ഷൻസ് വാങ്ങിച്ചു വെക്കുകയും അതിലൂടെയൊക്കെ പകർന്നു കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് നമ്മളെ ഈ ഫീൽഡിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു രംഗത്ത് നിൽക്കുന്നത്? ഇപ്പം നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മുടെ ഷോപ്പ് ഒന്ന് ഗ്രോ ആയതിനു ശേഷം നമ്മൾ തിരിച്ച് പ്രാക്ടീസിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. MBBS ഒക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ഈ കളക്ഷനിലൊക്കെ ഒരുപാട് താല്പര്യമുള്ളതാണെങ്കിൽ പോലും മമ്മിയൊക്കെ എന്നാ പറഞ്ഞു? അല്ല, ഞാൻ MBBS കഴിയുന്നതിന് മുമ്പേ നമുക്ക് ഈ സംരംഭം ഉണ്ട്. നമ്മുടെ ഈ സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷത്തോളമായിട്ട് നമ്മുടെ ഈ സംരംഭം നമ്മുടെ ഇതിലുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് വേണമെങ്കിൽ ഈ സംരംഭം ഉണ്ടെന്ന് പറയാം. എൻ്റെ ഫാദറും മദറുമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അവരാണ് ഇപ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പം പ്രൊഡക്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടും ഒന്ന് വൈഡായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ എന്തൊക്കെ തരം, നമ്മളെല്ലാം കണ്ടു, വിഷ്വലൊക്കെ നമ്മൾ എടുത്തു. ഇതിനകത്ത് എന്തൊക്കെ തരം ഹോം ഡെക്കർ ഐറ്റംസ് ആണ് ഉള്ളത്? നമുക്ക് ഹോം ഡെക്കറിൽ പറയാവുന്ന A to Z ഐറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സെറാമിക്കിന്റെ ഹോം ഡെക്കോർ പ്രൊഡക്ട്സ് ഇമ്പോർട്ടഡ് ഫ്രം ചൈന. നമ്മുടെ പുറകെ കാണുന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന വുഡൻ ആർട്ടിക്കിൾസ് ആണ് ഇതൊക്കെ, അല്ലേ? അതെ അതെ അതെ. അതുപോലെ ഇമ്പോർട്ടഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ മാനുഫാക്ചറിംഗിലും നമ്മളിപ്പോൾ പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വുഡൻ ലാസപ്പർ, അതുപോലെ തന്നെ പല പല ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച്, അവരുടെ ആവശ്യം അനുസരിച്ചാണ്? തീർച്ചയായിട്ടും. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വരെ പ്രൊഡക്ട്സ് ഒരു ഇമേജോ വല്ല നമ്മളെ കാണിച്ചാൽ മതിയായിരിക്കും. നമുക്ക് അതിനായിട്ടുള്ള സ്കിൽഡ് ആർട്ടിസൻസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടി വർക്ക് ചെയ്ത് നമുക്ക് അവർക്ക് ഓൺ ടൈമിൽ റൈറ്റ് പ്രൊഡക്ട്സ് കൊടുക്കാനായിട്ട് സാധിക്കും. വുഡ്സ്ബർഗിന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് വരാറുള്ളത്? വുഡ്സ്ബർഗിന് ഓൾ ഓവർ കേരള നമുക്ക് കസ്റ്റമർ ബേസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് തമിഴ്നാട്, അതുപോലെ കർണാടക, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ നമുക്ക് ഹ്യൂജ് കസ്റ്റമർ ബേസ് ആണ്. ഇനിയിപ്പോൾ എബ്രോഡ് നമ്മൾ കസ്റ്റമേഴ്സിന് നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വുഡൻ ലാസപ്പറൊക്കെ എബ്രോഡ് എന്നുള്ള ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കസ്റ്റമേഴ്സ് നമ്മൾ ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. ഈ ബാംഗ്ലൂരൊക്കെ സാധനങ്ങൾ ഇപ്പം അവരെങ്ങനെയാ വന്ന് വാങ്ങുവാണോ അതോ എങ്ങനെയാണ്? ഓൺലൈനിൽ കൂടെ പ്രൊഡക്ട്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവരങ്ങനെ ഓർഡർ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പർച്ചേസിന് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇത്രയും കളക്ഷൻസ് നമ്മൾ വീഡിയോയിലൂടെ ഫോട്ടോയിലൂടെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി പോയി. ഇത് മുഴുവൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സമയക്കുറവൊക്കെ കാരണം മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. വരുന്നവർക്കും അതേ അഭിപ്രായമാണ്. അവർ പറയുന്നത് കണ്ടാലും തീരാത്തത്രയും കളക്ഷൻസ് നമുക്ക് ഇവിടെ കളക്ഷൻ അവൈലബിൾ ആണെന്നാണ്. ഈ ബാംഗ്ലൂർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ കൊറിയർ അയക്കും. ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നു. അല്ലേ? അതെ. പിന്നെ ഇങ്ങനെ ഒരു സംരംഭം അപ്പോൾ അച്ഛന് പേരൻസ് ആയിട്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. എന്നാലും ഇത് തുടങ്ങുമ്പോൾ വലിയ ആ കാലത്തൊരു മുതൽ മുടക്കമൊക്കെ വേണ്ടി വന്നിട്ടില്ല? അതൊക്കെ അവർ മീറ്റ് ചെയ്തോ അതോ? തീർച്ചയായിട്ടും ഫാദർ മദറുമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സ്പെൻസുകളും ഫാദർ മദറോടെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് സെക്കൻഡ് ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഉയർച്ചയെന്ന് പറയും. അതിൻ്റെ ഒരു പേര് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫ്രാഞ്ചൈസി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഷോപ്സുകൾ ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഞാനൊന്ന് സ്കെയിൽ ചെയ്യാനായിട്ട് തൽക്കാലം ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്തതാണ്. ഈ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധന്മാരെ നമ്മളിവിടെ കണ്ടത്. ചെറുത്
മുകളിലൊക്കെ വലുത്. ഇതിന് മാത്രം ബുദ്ധന്റെ കളക്ഷന് വന്നതിന്റെ കാര്യം അത്രയും ഡിമാൻഡാണ് ബുദ്ധന് കേരളത്തിലുള്ളതെന്ന് ആണോ നമ്മൾ തന്നെ മനസ്സിലാക്കി. നമ്മൾ കുറവാണെങ്കിലും ബുദ്ധന് ഭയങ്കര ഡിമാൻഡാണ്. ബുദ്ധൻ എന്ന് പറയുന്നത് പീസാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പം വീടുകളിലെല്ലാം ഇപ്പൊ ഒരു കോർട്ട്യാർഡും അതിനനുസരിച്ച് ബുദ്ധനും അല്ലെങ്കിൽ ബുദ്ധന്റെ വാട്ടർ ഫൗണ്ടനും എല്ലാം പുതിയ വീടുകളിലും ഉണ്ട്. അപ്പൊ ഭയങ്കര ഹ്യൂജ് ഡിമാൻഡാണ് ബുദ്ധന് നമ്മുടെ ഇടയിലുള്ളത്. നമുക്ക് ഡെയിലി ഒരു 2 ബുദ്ധനെങ്കിലും ഡെയിലി നമുക്ക് സെയിൽ ചെയ്യാൻ ഒരു ദിവസം മിനിമം 2 ബുദ്ധൻ ഇവിടുന്ന് പോകുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ബുദ്ധന്റെ അതുപോലെ തന്നെ 100 രൂപയിൽ തുടങ്ങി 7000 രൂപ വരെയുള്ള കളക്ഷൻസ് നമുക്ക് ചെറിയ ബുദ്ധനെയും വലിയ ബുദ്ധനെയും 2 ഫീറ്റ് വരെയുള്ള ബുദ്ധാസ് നമുക്ക് 2 അടി വരുന്ന ബുദ്ധൻ അതാണ്. അതിന്റെ തന്നെ ഏകദേശം ഒരു നമ്പർ ഓഫ് കളക്ഷൻസ്, നമ്പർ ഓഫ് കളേഴ്സിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഇദ്ദേഹത്തിനൊക്കെ എന്ത് വില വരും? ഇദ്ദേഹത്തിന് വരുമ്പോൾ 2100 രൂപ. ഇതെന്താ മെറ്റീരിയൽ? എന്താ ഇത് റെസിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത്. റെസിനും ഫൈബറും മിക്സഡ് ആവുന്നേക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട മെയിൻ സെല്ലിംഗ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ടീക്ക് വുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വന്നേക്കുന്ന സൈഡ് ടേബിൾസ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സോഫയുടെ ഒക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല എലഗന്റ് ഫീൽ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ അതൊക്കെ എന്താ? ഇത് നമ്മുടെ ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെ ഇമ്പോർട്ടഡ് വന്നിരിക്കുന്ന ഒരു ടീക്ക് വുഡിന്റെ ലാസപ്പർ ആണ്. അതിന്റെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ തന്നെ മാനുഫാക്ചറിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീക്ക് വുഡിന്റെ മറ്റൊരു ലാസപ്പറിന്റെ മോഡലാണ്. അതുപോലെ മറ്റനവധി ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾസ് നമ്മൾ ഈ വോളിൽ ഇത് ഈ കംപ്ലീറ്റ് ഈ വോളിൽ വന്നേക്കുന്ന കംപ്ലീറ്റ് ടീക്ക് വുഡാണ്. ഡെക്കർ ഐറ്റംസ് ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഫ്ലവേഴ്സിന്റെ ഒരു അതിഗംഭീര കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത് ശരി. അതെ അതെ അതെ. ഫ്ലവറിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതെ അതെ. ഫ്ലവറിന്റെ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ സ്റ്റോക്കിലും ഉണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സിനൊക്കെ. നമ്മൾ ഇന്റീരിയർ ഒക്കെ ഒന്ന് കളർഫുൾ ആക്കാനായിട്ടൊക്കെ നമുക്കൊരു ഗ്രീനറി ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ഗംഭീര കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഈ ചെറി പ്ലാന്റ് എന്നൊക്കെ പറയാൻ നമുക്ക് എപ്പോഴും മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചെറി പ്ലാന്റിന്റെ ഒക്കെ കളക്ഷൻസ് വരുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി ഗ്രീനറി കൊണ്ടുവരാനായാലും അല്ലെങ്കിൽ ഒരു കളർഫുൾ ആക്കാനായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പ്ലാന്റ്സിന്റെ തന്നെ. ഇത് ഒക്കെ എന്താണ് സംഭവങ്ങൾ? ഗംഭീരമാണല്ലോ, നല്ല ഈടുണ്ടല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും വുഡിന് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ് ആണ്. നമുക്കിത് വന്നിരിക്കുന്നത് നമ്മുടെ ഹോൾഡേഴ്സ് ആണ്, നമ്മുടെ കറി ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കിച്ചൺ, അതെ നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് ഇതൊക്കെ വന്നേക്കുന്നത്. തടി തന്നെയല്ലേ? ഫിനിഷിംഗ് കണ്ട സെറാമിക് ആണെന്ന് തോന്നുന്നു. ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ട്രേകളാണ്, നമ്മുടെ തടിയുടെ തന്നെ ബാർക്കിലൊക്കെ ചെയ്ത് വന്നേക്കുന്ന ടൈപ്പ് ട്രേസ്. ജ്യൂസും ഒക്കെ എടുത്ത് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനൊക്കെ ഒരു അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 790 rupees ആണ് ഈ അതെ ബഡ്ജറ്റ് വരുന്നത്. ഇത് ഈ നനഞ്ഞാലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നനവൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫുഡ് ഗ്രേഡ് ആണ് കംപ്ലീറ്റ്ലി നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നനച്ച് കഴുകാവുന്നതാണ്, നനച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ചപ്പാത്തി ബോക്സ് ആണ് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയൊരു മറ്റൊരു പ്രോഡക്റ്റ്. ചപ്പാത്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ലെറ്റർ കാർവിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് കാസറോൾ നല്ല വെയിറ്റ് ആണ്. ഇത് കണ്ടോ, കാസറോള് പുറമേ നല്ല വുഡും അതിനുള്ളിൽ നല്ല കാസറോളുമാണ്. കണ്ട ഒരു എലഗന്റ് ലുക്കുണ്ട്, ഒരു ആഢ്യത്വം തോന്നുന്ന സാധനമാണ്. ഇതൊക്കെ ടേബിളിൽ ഡൈനിങ്ങിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എടുപ്പായിരിക്കും. അത് ശരി. പഞ്ചസാര ഇട്ട് വെക്കാം, നല്ല ഭാരം 2 കൈ കൊണ്ടെടുത്തേക്കാം. പഞ്ചസാര ഇട്ട് വെക്കാം. അതുപോലെ ഉണ്ട് ഫ്ലോറ് ധാന്യപ്പൊടികളൊക്കെ വെക്കാനായിട്ട്, വല്ല ഗോതമ്പ് പൊടിയോ ആട്ടയോ ഒക്കെ വെക്കാനായിട്ടുള്ള സംഭവമാണ്. കാപ്പിപ്പൊടി ഇട്ട് വെക്കാം. അങ്ങനെ എല്ലാത്തിലും പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സംശയവും വരികയില്ല. ഗംഭീരമാണ്. നമ്മുടെ ഈ കാറ്റഗറി വരുന്നത് സെറാമിക്സിന്റെ കിച്ചൺ വെയറിന്റെ ഒരു കാറ്റഗറി വരുന്നത്. അത് ഡിസൈനർ ടൈപ്പ് പ്ലേറ്റ്സ്, ബൗൾസ്, അതുപോലെ സ്പൂൺ റെസ്റ്റുകൾ, തുർക്കിഷ് പ്ലേറ്റുകൾ, അങ്ങനെ തുടങ്ങി നമുക്ക് എല്ലാ കളക്ഷനും സെറാമിക്കിന്റെ ആണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 400 rupees മുതൽ മുകളിലേക്ക് ഏകദേശം 2000 രൂപ 3000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇതൊരു ബൗളാണ്, നമ്മുടെ ഒരു റെഡ് തീമിൽ വെക്കുന്ന ഒരു ബൗളാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 700 rupees ആണ്. നമുക്ക് കറീസ് ഒക്കെ ആണെങ്കിലും സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ബൗൾ. ഇതിന് അടപ്പില്ല. താഴെയാണല്ലോ നമ്മൾ ക്ലോക്കിന്റെ ഒരു വലിയ ഹ്യൂജ് കളക്ഷൻ കണ്ടു, ഇവിടെയും കണ്ടു. ഇത്രമേൽ ആവശ്യക്കാരുണ്ടോ ക്ലോക്കിന്? തീർച്ചയായിട്ടും. ക്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമയം നോക്കാൻ മാത്രമല്ല, ഒരു ഡെക്കറേറ്റീവ് കണ്ടന്റും കൂടെ ആയിരിക്കുമാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗിയർ ക്ലോക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ട്രെൻഡിങ് സ്റ്റാർ ആയി മാറിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഫുൾ ടൈം ഇതിനകത്ത് മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് കാണാൻ ഒരു അട്രാക്ഷൻ ആണ്. കൂടുതൽ ഒരു വാൾ ഡെക്കോർ പോലെയാണ് നമുക്ക് ഈ ഒരു. ഇതിന്റെ വേറെ കളറൊക്കെ കിട്ടുമോ? തീർച്ചയായിട്ടും. ഇതിന്റെ ബ്ലാക്കും ഇതിന്റെ വുഡൻ ഷെയ്ഡും അതിന്റെ കോപ്പർ ഷെയ്ഡും അതിന്റെ ഗോൾഡൻ ഷെയ്ഡും എല്ലാ ഷെയ്ഡും ഇതിന് 1600 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ്. കാഴ്ചയിൽ ഭയങ്കര വിലയുള്ളതായിട്ട് തോന്നുമെങ്കിലും വലിയ വില അങ്ങനെ വരുന്നില്ല അല്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ക്ലോക്കുകളും എല്ലാ ഡെക്കോർ ഐറ്റംസും കൊടുക്കാൻ
ചെയ്യുന്നത്. ശരി. നമ്മുടെ തന്നെ മാനുഫാക്ചറിങ്ങിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഫ്രെയിംലെസ് രൂപമാണ്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രൂപത്തിനെക്കാട്ടി ഡിഫറെന്റ് ആയിട്ട് ഫിഗേഴ്സിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഹാൻഡ് വർക്കിൽ ചെയ്ത് എടുത്തേക്കുന്ന ഒരു മറ്റൊരു ഹൈലൈറ്റ്. അതെ അതെ അതെ, കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഓർഡർ ആയോ? ഇതൊരു ഓർഡർ ബേസിൽ ചെയ്തതാണ്. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കൊരു കസ്റ്റമർ ഓർഡർ തന്നിട്ട് അടുത്ത ദിവസം ഓസ്ട്രേലിയക്ക് പറക്കാൻ തയ്യാറായിരിക്കുന്ന ലാസ്റ്റ് സപ്ര അല്ലേ? അതെ അതെ അതെ. ഇതെന്താ? ഇത് മഹാഗണി വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതിന്റെ തേക്ക് വുഡിലോ അല്ലെങ്കിൽ ഇതിന് കസ്റ്റം ചെയ്യാനായിട്ടുള്ള ഏത് സൈസ് വേണമെങ്കിലും നമുക്കിത് ചെയ്ത് നൽകാനായിട്ടാണ്. നല്ലൊരു ഫിനിഷിംഗ് ആണ് ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. അത് കസ്റ്റമർ ഇവിടെ വരുമോ അതോ നമ്മൾ പാക്ക് ചെയ്ത് കൊറിയർ ഇന്റർനാഷണൽ കൊറിയർ ഫർണിച്ചർ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ തടികളാണ്? നമുക്ക് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. നമ്മുടെ യൂണിറ്റ് തന്നെ അത് നിലമ്പൂരാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്. നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന തേക്കിലും ഈട്ടിയിലും ഒക്കെ ചെയ്തു വരുന്ന ഫർണിച്ചേഴ്സ് ആണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. എല്ലാ ഫർണിച്ചറും 10 വർഷം വാറണ്ടിയോട് കൂടിയാണ് സെയിൽ ചെയ്യുന്നത്. തേക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാറണ്ടിയാണ്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ എക്സ്ട്രാ 10 ഇയർ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. ഇതിനൊക്കെ എങ്ങനെയാ വില? ഈ ഡൈനിങ് ടേബിൾ നമുക്കൊരു 6 സീറ്ററിന് വരുമ്പോൾ നമുക്ക് അപ്രോക്സ് ഒരു 10,000 തൊട്ട് മുകളിലേക്കുള്ള പ്രൈസ് റേഞ്ച്. 10,000 തേക്കിന്റെ ആണോ കിട്ടുന്നത് അതോ 10,000 അക്വേഷ്യയുടെ മോഡലായിരിക്കും 10,000 വരുന്നത്. തേക്കിന്റെ ഒക്കെ വരുമ്പോൾ ഒരു 15,000 മുതൽ മേളിലേക്ക് നമുക്ക് 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതും നമ്മൾ കസ്റ്റമറുടെ താല്പര്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടപ്പെട്ട മോഡൽ അവർക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് മെഷർമെന്റ് അവരുടെ വീട്ടിൽ പോയി എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഡോക്ടർ, ഇത് നമ്മുടെ നാടനാണോ? ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇന്തോനേഷ്യയിൽ നിന്ന് വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 4 സീറ്റർ റൗണ്ട് ഡൈനിങ് ടേബിൾ. നമ്മുടെ കിച്ചണിലേക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് വന്നേക്കുന്നത്. ശരി. ശകലം ഈ സ്ഥലപരിമിതിയൊക്കെ ഉള്ള വീടുകൾക്ക് ഏറ്റവും ആപ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് മുകളിലത്തെ നിലയിലോട്ട് കയറി കഴിഞ്ഞപ്പം ഒരു എല്ലാ സെഗ്മെന്റിൽപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഹോം ഡെക്കറിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഓഫീസ് ഫർണിച്ചറും കണ്ടു. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ്? ഇത്രയും മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഓഫീസ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫീസ് ചെയർസ്, ടേബിൾസ് തുടങ്ങിയ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. നമ്മൾ അത്യാവശ്യം 5 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടിയാണ് ഓഫീസ് ഫർണിച്ചറും ചെയറും എല്ലാം കൊടുക്കുന്നത്. അതെ, ഏകദേശം നമുക്ക് 4,000 മുതൽ ഏകദേശം 25,000 വരെ ബഡ്ജറ്റിൽ വരുന്ന ഓഫീസ് ചെയർസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ അവൈലബിൾ ഉണ്ട്. നമുക്ക് ഒരുപാട് സെറ്റുകളും നമ്മളിവിടെ കണ്ടു, പല സൈസ് ഉള്ളത് കണ്ടു. തീർച്ചയായിട്ടും ഇതിനും നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ളതാണോ? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇമ്പോർട്ടഡ് ആയിട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നതും അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ചെയ്തേക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സെറ്റീസിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഫുൾ വുഡിൽ വരുന്നതും ഫുൾ കവർ ആയാലും കോർണർ സോഫ ആയാലും എല്ലാ മോഡലിലുള്ള സോഫാസും ഡൈനിങ് ടേബിൾസും കട്ടിലും മാട്രസും വാർഡ്രോബ്സും എല്ലാം നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീടിൻ്റെ സ്ട്രക്ചർ പണിത് അകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞിട്ട് ഹോം ഡെക്കർ ഐറ്റംസ് ആയിട്ട് ഫർണിച്ചർ ആയാലും ബാക്കി എന്തായാലും ഇങ്ങോട്ട് വന്നാൽ മതി. തീർച്ചയായിട്ടും കിച്ചൺ അപ്ലയൻസസ് ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ്, അതിനുശേഷം തൊട്ട് പിന്നാലെ ക്രിസ്മസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പം കൂടുതലായിട്ട് ഹോം ഡെക്കർ ആ ഫെസ്റ്റിവലിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഒരുപാട് ആൾക്കാർ അവരുടെ ഭവനങ്ങളിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്, സീസണലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓണം വരുവാണെങ്കിൽ നല്ല കുഷ്യൻ കവറുകളൊക്കെ ചേഞ്ച് ചെയ്യും, ഏകദേശം ഒരു കോടി കളറിലും നമ്മുടെ യെല്ലോ കളറിലും ഒക്കെ ചേഞ്ച് ചെയ്ത് ഒരു ഓണം വൈബിലേക്ക് അവർ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു പരിചിതമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ടൈപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡെക്കറേഷൻ വരുന്നത് ക്രിസ്മസിനാണ്. ക്രിസ്മസിന് നമുക്ക് ഒക്ടോബർ തുടങ്ങി ഡിസംബർ വരെ ക്രിസ്മസിൻ്റെ സീസണാണ്. ആ സീസണിൽ നമുക്കൊരു ഏകദേശം ഒരു 100 ഫുട്ഫോൾസ് വരെ നമുക്ക് ഷോപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പം നമുക്ക് ആ ഒരു സീസണിൽ നമുക്ക് നല്ല രീതിയിൽ സെയിലും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാരായാൽ പോലും അവരുടെ വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റെഡും ഗ്രീനും വൈറ്റൊക്കെ കളർ കോമ്പിനേഷനിലുള്ള സെറാമിക്സിൻ്റെയും മറ്റനവധി പ്രോഡക്ട്സും പർച്ചേസ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വുഡ്സ്ബർഗിലെ ഏറ്റവും ചെറിയ വില മുതൽ ഏറ്റവും കൂടിയ വില വരെയുള്ള ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ കാറ്റഗറി വരുന്നത്? നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപ തുടങ്ങുന്ന സെറാമിക് പോട്ടുകൾ മുതൽ നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന വലിപ്പം കൂടിയ ഹോം ഡെക്കോർ പ്രൊഡക്ട്സ് വരെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊരു മിഡിൽ ക്ലാസ് ആയാലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോം ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ഹോം ഇലാബറേറ്റ് ആയിട്ട് ഡെക്കോർ ചെയ്യണമെങ്കിലോ ഏതൊരു ഓപ്ഷനും നമുക്ക് വുഡ്സ്ബർഗിലെ പ്രൊഡക്ട്സ് അവർക്ക് വേണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ 7 വർഷമായിട്ട് ഈ കട കൊണ്ടു നടക്കുന്നു. ഇപ്പം പേരൻസായിട്ട് തുടങ്ങിയ കട ഇപ്പം ഡോക്ടർ അലനായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അപ്പം ഇതിനിടയ്ക്ക് ഈ ആളുകളുടെ ടേസ്റ്റ്, മലയാളികളുടെ മൊത്തത്തിൽ ഈ ഹോം ഡെക്കർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവരുടെ ടേസ്റ്റ് എന്താ മനസ്സിലാക്കിയത്? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അവരുടെ ടേസ്റ്റിനെ പറ്റിയല്ല, എൻ്റെ അമ്മയുടെ ടേസ്റ്റിനെ പറ്റിയാണ്. എൻ്റെ അമ്മയുടെ ടേസ്റ്റാണ് എൻ്റെ ഈ കടയിലെ എല്ലാ കളക്ഷൻസും വന്നിരിക്കുന്നത്.
അപ്പോൾ ഒരു വീട്ടമ്മയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ഏതൊരു കോമൺ മാൻ്റെയും ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് നമ്മുടെ മലയാളികളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മലയാളികൾ അത് നല്ല രീതിയിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. അതെ, അപ്പം അമ്മയ്ക്ക് ആ ഒരു ടാലൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഷോപ്പ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്. വരുന്ന ആൾക്കാർക്കെല്ലാം നല്ല കളക്ഷനെ പറ്റി ഒത്തിരി അഭിപ്രായവും കാര്യങ്ങളുമാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ, ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വെളിയിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ ഒരിടത്തു നിന്നായാലും നമ്മൾ കൊണ്ടുവരുമല്ലോ, അപ്പോൾ അതിലൊക്കെ അമ്മയുടെ റോൾ എന്താണ്? അമ്മയാണോ ഇതൊക്കെ സെലക്ട്? തീർച്ചയായിട്ടും. ഈവൻ ചൈനയിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടാണ് പ്രോഡക്ട്സ് ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പോരുവാണ്. ഒരു പ്രോഡക്റ്റ് ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല, നമ്മളെല്ലാം നേരിട്ട് കണ്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മുടെ കസ്റ്റമേഴ്സിന് അടുക്കൽ അത് എത്തിക്കുന്നതും. ഡോക്ടർ അലൻ ബെന്നി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അദ്ദേഹം MBBS കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംരംഭമാണ് നമ്മൾ കണ്ടത്. വുഡ്സ്ബർഗ് എന്നാണ് പേര്. ഇവിടെ ഒരു വീട് പണിത് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഈ ഒരു കാലത്ത് ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിൽ ആ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. വീടിൻ്റെ കൺസ്ട്രക്ഷൻ അത് നല്ല ഈടുറ്റ കൺസ്ട്രക്ഷൻ ആയിരിക്കണം, അതിനകത്ത് ഉപയോഗിക്കുന്ന കേബിൾസും വയേഴ്സും ഒക്കെ നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ നല്ല ഭംഗിയായിരിക്കണം, ഈടുറ്റതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിങ്ങിനോടൊക്കെ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം ഇത് ഇങ്ങോട്ട് വന്നാൽ മതി. വുഡ്സ്ബർഗ് എന്ന് പറയുന്ന ഡോക്ടർ അലൻ ബെന്നിയുടെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഇവിടെ A to Z കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത് ഫർണിച്ചറുണ്ട്, നമ്മുടെ സെറാമിക് ഒരു എംപോറിയം തന്നെയുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കിച്ചണിലേക്ക് വേണ്ട കറി ബൗൾസ് ഉൾപ്പെടെ, സ്പൂണ്, മറ്റു കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ കണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടെ ഇവിടെ എല്ലാ സംഗതികളുമുണ്ട്. അതുകൂടാതെ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റിനനുസരിച്ച്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 50 രൂപയുടെ പോട്ട് മുതൽ 75,000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും വരെയുള്ള ഐറ്റംസ്, ആർട്ടിക്കിൾസ് ഇവിടെയുണ്ട്. അത് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാം, അതല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കായിട്ട് വാങ്ങാം. എല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത് കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ പള്ളത്ത്, എന്താ ആ കടയുടെ പേര്? കരിമ്പിൻ ടേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വുഡ്സ്ബർഗ് സ്ഥിതി ചെയ്യുന്നത്. പള്ളമാണ് സ്ഥലം, കോട്ടയം ചങ്ങനാശ്ശേരി റോഡിലെ പള്ളം. അപ്പം മറക്കരുത്, വുഡ്സ്ബർഗ് ഡോക്ടർ അലൻ ബെന്നി. വുഡ്സ്ബർഗിനും ഡോക്ടർ അലൻ ബെന്നിക്കും ഇവിടുത്തെ മുഴുവൻ ജീവനക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനാകെയും എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.